ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി ദോ ഹരിയാലിക്ക് ചാവുമേ എന്ന ഇക്കായിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഘർ ആണ്. ഹരിയാലിക്ക് ചാവുമേ, ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ്. അപ്പൊ പച്ചപ്പിന്റെ തണലിൽ എന്നാണ് ഈ ഇക്കായിയുടെ അർത്ഥം. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഘർ, ഇതൊരു കഥയാണ്. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ലേ, ഇത് നമ്മുടെ വീടാണ്, ഇത് എന്റെ വീടാണ്. അവിടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. എന്നാൽ ആ ഒരു വീട് ഉണ്ടാക്കിയതിനു ശേഷവും നമ്മൾ ഇനി ഒരു വാടകക്കാരാണെങ്കിൽ ആ വീട്ടില് നമ്മൾ വരുന്നതിന്റെ മുമ്പേയും ഒക്കെ മനുഷ്യരല്ലാത്ത വേറെയും കുറെ ജീവികൾ താമസിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ജീവികളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാഴ്ചപ്പാടിലുള്ള ഒരു കഥയാണ് ഇത്. അപ്പൊ നമുക്ക് കഥ വായിച്ചു നോക്കാം. കലി ജോ ഗിൽത്തി നഹി ആജ് ഖിലി ഖിലി സീതി. കലി ഇവിടുത്തെ ഒരു കഥാപാത്രമാണ്. കലി എന്ന് പറഞ്ഞാൽ ചിപ്കലിയുടെ ഷോർട്ട് ഫോം ആണ്. ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി അല്ലെങ്കിൽ ലിസാർഡ്. അപ്പോ കലി ജോ ഖിൽത്തി നഹി, സാധാരണയായിട്ട് വളരെ പ്രസന്നമായിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാത്ത കലി ആജ് ഖിലി ഖിലി സീതി, ഇന്ന് വളരെ സന്തോഷവാനായിരുന്നു. ഗിർഗിഡിനെ ഉസെ സടക് പാർ കർ ആത്തെ ദേക്കാ തോ മുസ്കുരായ. ഹലോ, ഗിർഗിഡ് എന്ന് പറഞ്ഞാൽ ഓന്ത്. ഉസെ സടക് പാർ കർ ആത്തെ ദേക്ക, പല്ലി റോഡ് മുറിച്ചു കടന്ന് നടന്നു വരുന്നത് ഗിർഗിഡ് കണ്ടു, ഓന്ത് കണ്ടു. അപ്പൊ ഓന്ത് പല്ലിയോട് മുസ്കുരായ, ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു ഹലോ. ഹലോ ചിപ്കലീനെ കഹ, ഹലോ എന്ന് പല്ലിയും പറഞ്ഞു. തും യഹാ, ഗിർഗിഡ് കാ ഗല ഫൂൽ കർ പിച്ക. നീ എന്താ ഇവിടെ, നീ ഇവിടെ എന്നൊരു സംശയത്തോടെ ഗിർഗിഡ് പല്ലിയോട് ചോദിക്കുകയാണ്. അത് പറഞ്ഞിരുന്ന സമയത്ത് അതിന്റെ ഗല, അതിന്റെ കഴുത്ത് ഫൂൽ കർ പിച്ക, ഒന്ന് നന്നായി വീർത്ത് ചുരുങ്ങി. ആ ഗിർഗിഡ് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ഇവിടെ കാണിക്കുന്നത്. തും യഹാൻ സെ ക്യാ മത്ലബ് ഹേ തുമാരാ, നീ എന്താ ഇവിടെ നിന്ന്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? പല്ലിക്ക് ആ ചോദ്യം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ചോദിക്കുക, നീ എന്താ ഇവിടെ നിന്ന്, നീ എന്തുകൊണ്ടാ എന്നോട് ചോദിക്കുന്നത്? ചിപ്കലി ബോലി, ചിപ്കലി പറഞ്ഞു. दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछ ही जा सकता है, गिरगिड ने रंग बदलते हुए कहा. ദീവാർ പർ രഹ്നെ വാലി, സാധാരണയായിട്ട് ചുമരിൽ താമസിക്കുന്ന ആളിനെ സടക് പർ ദേക്കർ, റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്നാ തോ പൂछी जा सकता है, ഇത്രയെങ്കിലും ചോദിക്കാമല്ലോ അല്ലേ? ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ, ഓന്ത് നിറം മാറിക്കൊണ്ട് പറഞ്ഞു. मैं आज घर बदल रही हूं, ഞാൻ ഇന്ന് വീട് മാറുകയാണ്. ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ, ചിപ്കലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വീട് മാറുകയാണ്. ശ്രീമാൻ ഫർഹാദ് കോ തോ ജറൂർ ജാനത്തെ ഹോഗേ, നിനക്ക് ശ്രീമാൻ ഫർഹാദിനെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഹാ ഹാ, പഹലെ ജബ് ഭി ഹം മിലേ ഹേ തുമ്നെ ഉസ്കാ സിക്ർ കിയാ ഹേ. ശ്രീമാൻ ഫർഹാദിനെ നിനക്ക് അറിയാമായിരിക്കുമല്ലേ എന്ന് പല്ലി ചോദിച്ചപ്പോ ഓന്ത് പറയാ, ഹാ ഹാ, ഉറപ്പായിട്ടും പെഹലെ ജബി ഹം മിലേ ഹേ, നമ്മൾ എപ്പോഴൊക്കെ മുന്നേ കണ്ടുമുട്ടിയിട്ടുണ്ടോ, തുമ്നെ ഉസ്കാ സിക്ർ കിയാ ഹേ, നീ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ക്യാ ഹുവാ ഉനെ, അദ്ദേഹത്തിന് എന്തു പറ്റി? ഗിർഗിഡിനെ ഗിർഗിഡി ആവാസ് മേ കഹാ, ഓന്ത് ഓന്ത് സംസാരിക്കുന്നത് പോലെ ഓന്തിന്റെ ശബ്ദത്തില് ചോദിച്ചു. ഹുവാ കുച്ച് നഹീ ബുദ്ധു, അയാൾക്കൊന്നും പറ്റിയില്ല മണ്ട. വേ ജിസ് കിരായെ കെ കമറേ മേ രഹത്തെ ഥേ അബ് നഹീ രഹത്തെ, ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്ന ഒരു വാടക വീടുണ്ടായിരുന്നില്ലേ, ആ വാടക വീട്ടിൽ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നില്ല. ജിസ് കിരായയ്ക്ക് കമറേ മേ രഹത്തെ ഥേ, ഏത് വാടക വീട്ടിലായിരുന്നോ താമസിച്ചിരുന്നത്, അബ് നഹീ രഹത്തെ, അവിടെ ഇപ്പൊ താമസിക്കുന്നില്ല. ഉനോനെ അപ്നാ നയാ ഘർ ബനാ ലിയാ ഹേ, അദ്ദേഹം അദ്ദേഹത്തിന്റെ നയാ ഘർ, പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിപ്കലീനെ കഹ, ചിപ്കലി പറഞ്ഞു. തുമേ ഇസേ ക്യാ, ഗിർഗിഡ് ഗിർഗിഡിയായ,
അതുകൊണ്ട് ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? तो तुम्हें इससे क्या? അദ്ദേഹം വീട് മാറുന്നതുകൊണ്ട് നിനക്ക് എന്ത് പ്രശ്നം? ഗിർഗിഡ് ഗിർഗിഡിയായ. ഓന്ത് ഓന്തിന്റെ രീതിയിൽ സംസാരിക്കുകയാണ്. ഓന്ത് ഓരോ രീതിയിൽ സംസാരിക്കുന്നതും എടുത്തു പറയുന്നുണ്ട്. ആദ്യം അതിന്റെ കഴുത്ത് വിടർന്ന് പിന്നെ ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. രണ്ടാമത് അത് ശബ്ദം ഗിർഗിഡി ആവാസ് മേ ഓന്തിന്റെ ശബ്ദത്തിൽ പറഞ്ഞു. ഇപ്പോഴോ ഗിഡ്ഗിഡിയായ എന്ന് പറഞ്ഞ ഓന്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. ഓന്ത് സംസാരിക്കുന്ന രീതിയാണ് അവിടെ കാണിക്കുന്നത്. मेरा जीना दुभर हो गया है और तुम कह रहे हो तुम्हें इसे क्या? मेरा ജീന എന്റെ ജീവിതം ദുബർ ഹോ ഗയാ ഹെ ദുഷ്കരമായിരിക്കുകയാണ്. എന്നിട്ട് നീ എന്താ ചോദിക്കുന്നത്? തും കഹ രഹേ ഹോ തുമേ ഇസ്സേ ക്യാ? അതുകൊണ്ട് നിനക്കിപ്പ എന്താ? അദ്ദേഹം വീട് മാറിക്കഴിഞ്ഞാൽ നിനക്ക് എന്താന്നാണോ നീ എന്നോട് ചോദിക്കുന്നത്? എന്റെ ജീവിതം ഇവിടെ ദുസ്സഹമായിരിക്കുകയാണ്. तुम कभी रहे होते उनके साथ उस किराए के कमरे में तो कुछ समझ पाते. തും കബി രഹേ ഹോത്തെ നീ എപ്പോഴെങ്കിലും അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. എവിടെ? ഉൻകെ സാത്ത് ഉസ് കിരായയ്ക്ക് കമരേമേ അദ്ദേഹത്തിന്റെ കൂടെ ആ വാടക വീട്ടിൽ നീ എപ്പോഴെങ്കിലും താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ तो कुछ समझ पाते നിനക്ക് കുറച്ചൊക്കെ മനസ്സിലായേനെ. കിത്നെ സലീകേസെ രഹത്തെ थे हम എത്ര നന്നായിട്ടാണ്, എത്ര അച്ചടക്കത്തോടെ, എത്ര നന്നായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. उनके पास किताबों की बड़ी बड़ी अलमारियां थी. അദ്ദേഹത്തിന്റെ അടുത്ത് പുസ്തകങ്ങൾ വെക്കുന്ന വലിയ വലിയ അലമാരികൾ ഉണ്ടായിരുന്നു. വേ കിതാബോं के आगे रहते थे मैं किताबों के पीछे. അദ്ദേഹം പുസ്തകങ്ങളുടെ മുന്നിലായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ ഞാൻ പുസ്തകങ്ങളുടെ പിന്നിലായിരുന്നു താമസിച്ചിരുന്നത്. मैं कितने ही बार उनसे कपड़ों की गली में मिली. ഞാൻ എത്ര പ്രാവശ്യം കിത്നെ ഹി ബാർ ഉൻസെ അദ്ദേഹത്തെ കപ്പടോം കി ഗലി മേ മിലി വസ്ത്രങ്ങളുടെ ഇടയിൽ നിന്ന്, വസ്ത്രങ്ങളുടെ വഴിയിൽ കണ്ടുമുട്ടി. ബർത്തനോം കി ഗലി മേ മിലി പാത്രങ്ങളുടെ വഴിയിൽ കണ്ടുമുട്ടി, അല്ലെങ്കിൽ പാത്രങ്ങളുടെ ഇടയിൽ കണ്ടുമുട്ടി. ദരാജ് മാർക്കറ്റ് മേ മിലി മാർക്കറ്റിൽ പോലും അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഡസ്റ്റ്ബിൻ മേ മിലി ഡസ്റ്റ്ബിനിൽ കണ്ടുമുട്ടി. ജാഡു കെ നീച്ചെ മിലി ചൂലിന്റെ അടിയിൽ കണ്ടുമുട്ടി. ഹമേശ മുസ്കുരായെ എപ്പോഴും ചിരിക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴൊക്കെ കണ്ടുമുട്ടിയോ അദ്ദേഹം നന്നായിട്ട് എന്നോട് ചിരിക്കുമായിരുന്നു. മേരാ തജുർബ कहता है कि चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. മേര തജുർബ എന്റെ അനുഭവം, കേത്താഹെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. സാധാരണയായിട്ട് ആളുകള് പല്ലിയെ കണ്ട എന്താ ചെയ്യാ? അവരുടെ പിന്നാലെ ചൂലും എടുത്ത് ഓടും. അങ്ങനെയുള്ള ആളല്ല അദ്ദേഹം എന്ന് എന്റെ അനുഭവം എന്നെ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ് പല്ലി പറയുന്നത്. ഹോത്തേ ഹേ കുച്ച് ലോഗ്. അങ്ങനെയും ചില ആളുകൾ ഉണ്ടാകും. ജീവികളോടൊക്കെ കുറച്ച് ദയ കാണിക്കുന്ന അങ്ങനെയും കുറച്ച് ആളുകൾ ഉണ്ടാകും എന്ന് ഓന്ത് പറയാ. ഗിർഗിഡിനെ ഉബാസി ലേത്തെ ഹുയെ കഹാ. ഉബാസി എന്ന് പറഞ്ഞാൽ കോട്ടുവാ ഇടുക, ഉറക്കം വരുന്നത് പോലെ വായ്ക്കോട്ടം, ആവി ഇടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കോട്ടുവായിട്ടുകൊണ്ട് ഓന്ത് പറയാ. അങ്ങനെയും ചില ആളുകളൊക്കെ ഉണ്ടാകും. ഉൻസെ പേലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹത്തി थी. പല്ലി പറയാണ്, ശ്രീമാൻ ഫർഹാദിന്റെ മുന്നേ ഉൻസെ പെഹലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് ശാന്തിദാസിന്റെ കൂടെ കുച്ച് ദിൻ രഹത്തി थी കുറച്ച് ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്. പൂരി അശാന്തിദാസ് ധി വേ അവരുടെ പേര് ശാന്തിദാസ് എന്നൊക്കെ ആണെങ്കിലും അവര് അശാന്തിദാസ് ആയിരുന്നു. മുജെ ദേഖ്തേ ഹി ചില്ലാത്തി ധി ഉയ് എന്നെ കാണുമ്പോ തന്നെ അവര് ഉറക്കെ അലറുമായിരുന്നു, ഉയ്ന്ന്. ഗിഡ്ഡി ബാൻജാത്തി ധി ഉൻകി അതുപോലെ തന്നെ എന്നെ കണ്ട് പേടിച്ചിട്ട് അവരുടെ ശബ്ദം പോലും അവരുടെ വായിൽ നിന്ന് വരൂലായിരുന്നു. അത്രയും പേടിയായിരുന്നു അവർക്ക്. കേത്തി ദി സുശാന്തോ ജൽദി ആവോ ഉസേ ബഗാവോ. സുശാന്തെ വേഗം വാ, ഇതിനെ ഓടിക്കീന്ന് അവരെപ്പോഴും ഉറക്കെ പറയുമായിരുന്നു. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹി ടിക് സക്കി. എനിക്ക് അവരുടെ കൂടെ ഒരാഴ്ച പോലും ശരിക്ക് താമസിക്കാൻ പറ്റിയില്ല. അത്ര പോലും അവരുടെ കൂടെ താമസിക്കാൻ പറ്റിയില്ല. पर कहते हैं ना जो वास्तव में भला होता है उसे भले लोग जरूर मिलते हैं.
ആളുകൾ പറയില്ലേ, നല്ല ആളുകൾക്ക് എപ്പോഴും നല്ല ആളുകളെ തന്നെ കിട്ടുമെന്ന്. ഇവിടെ പല്ലി സ്വയം ഒരു നല്ല ആളായിട്ട് ആണ് കണക്കാക്കുന്നത്. എന്നിട്ട് പറയാണ്, നല്ല ആളുകൾക്ക് എപ്പോഴും നല്ല ആളുകൾ കിട്ടുമെന്ന് പറയുന്നില്ലേ. ഫൽസ്വരൂപ് മേരി ജിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആയി ഗയേ. അതിന്റെ ഫലമായിട്ട് എന്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് ആയി ഗയേ, അവര് കടന്നു വന്നു. कहते हुए चिपकली के चेहरे पर वैसे ही असीम शांति दी संगमरमर की मूर्तियों में होती है. ഇത് പറയുന്ന സമയത്ത് ആ ഒരു ചിപ്കലിക്ക് ചെഹരെ പർ, പല്ലിയുടെ മുഖത്ത് വൈസഹി അസീം ശാന്തി, വളരെ ഒരു ശാന്തത ഉണ്ടായിരുന്നു. ജയസി, എങ്ങനെയുള്ള മാർബിളിന്റെ ഒക്കെ പ്രതിമകളിൽ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു പ്രത്യേക ശാന്തരൂപം ആയിരുന്നു പല്ലിയുടെ ആ സമയത്തുള്ള മുഖം. ഓ ചിപ്പു, മേ തുമാരാ ദർദ് സമജ് സക്താ ഹൂ. ഓ ചിപ്പു, ചിപ്പു എന്ന് പറഞ്ഞ ചിപ്കലിയുടെ ഷോർട്ട് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെല്ല പേരായിരിക്കും. മേ തുമാര ദർദ് സമജ് സക്താ ഹൂ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. കിത്നി ദഫ മേ ഖുദ് ऐसे अनुभव से गुजारा हूं, गिरगिड़ ने कहा. കിത്നി ദഫ, എത്ര തവണ, മേ ഖുദ്, ഞാൻ ഇതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഗുസാരാഹും എന്ന് ഓന്ത് പറയുകയാണ് പല്ലിയോട്. നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും, കാരണം ഞാനും ഇതുപോലെയുള്ള പല അനുഭവങ്ങളിലൂടെയും സ്വയം കടന്നു പോയിട്ടുണ്ട്. സോ अब मेरा इरादा श्रीमान फरहाद के घर में ही बचा खुचा जीवन गुजारने का है. चिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा. പല്ലി പറയാണ്, अब मेरा इरादा, ഇനി എന്റെ ഉദ്ദേശം, ഇനി എന്റെ വഴി എന്ന് പറഞ്ഞാൽ ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ ഹി, ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിൽ തന്നെ ബച്ചാ കുച്ചാ ജീവൻ, എന്റെ ബാക്കിയുള്ള ജീവിതം ഗുസാർനെ കാ ഹെ, അത് അവിടെ തന്നെ ചിലവഴിക്കാനാണ് എന്റെ ആഗ്രഹം. ചിപ്കലിനെ ഏക് ഹി വാക്യമേ, ചിപ്കലി ഒരു വാക്യത്തിൽ ബാത്ചീത് സമാപ്ത് കർത്തെ ഹുയെ കഹ, പല്ലി ഒറ്റ വാക്കില് സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിചാർ അച്ചാ ഹെ, ഗിർഗിഡ് ബോല. ഓക്കെ, നിന്റെ ചിന്ത ശരിയാണ്, നീ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്ന് ഓന്ത് പറയാണ്. അച്ഛാ ഹേന വക്ത് മിലേത്തോ ആനാ കബി, ശരിയാണല്ലേ, ഞാൻ തീരുമാനം എടുത്തത് കറക്റ്റ് ആണല്ലേ എന്ന് പല്ലി ചോദിക്കുകയാണ്. വക്ത് മിലേത്തോ ആനാ കബി, സമയം കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നീ വരൂ. കേത്തെ ഹുയെ ചിപ്കലി ആകെ ബഡ് ഗയി, എന്നും പറഞ്ഞ് ചിപ്കലി നേരെ മുന്നോട്ട് നടന്നു. അപ്പൊ ചിപ്കലി ഫർഹാദിന്റെ വീട് തേടി പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് ഓന്തിനെ വഴിയിൽ കണ്ടുമുട്ടുന്നതും ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണം നടന്നതും. ജറൂർ ജറൂർ, തീർച്ചയായും, മുജെ തുംസെ മിൽനെ ആന അച്ഛാ ഹി ലഗേഗ, എനിക്ക് നിന്നെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സന്തോഷം തരുന്ന കാര്യമാണ്. എനിക്ക് അവിടെ വന്ന് നിന്നെ കാണാൻ വളരെ ഇഷ്ടമാണ്. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിഡ് ചിപ്കലി കോ ജാത്തെ ദേഖ്താ രഹ, കൈ വീശി കാണിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞുകൊണ്ട് ചിപ്കലി പോകുന്നതും നോക്കിക്കൊണ്ട് ഓന്ത് അവിടെ തന്നെ നിന്നു. ചിപ്കലി നീം സരായ് കെ മകാൻ നമ്പർ 205 के गेट पर पहुंची. ചിപ്കലി പോയി നീം സരായ് എന്ന അതൊരു സ്ഥലപ്പേരായിരിക്കാം. നീം സരായ്ക്ക് മകാൻ നമ്പർ, വീട് നമ്പർ 205 205 കെ ഗേറ്റ് പർ പൗഞ്ചി, അവിടെയുള്ള ഗേറ്റിലെത്തി. ദീവാർ പർ ചടി, എന്നിട്ട് അതിന്റെ മതിലിലേക്ക് കയറി, ചുമരിലേക്ക് ഇഴഞ്ഞു കയറി. സുനോ, കേൾക്കൂ. ചിപ്കലി ने चारों ओर नजर घुमाकर देखा कि आवाज किधर से आई. പെട്ടെന്ന് ചിപ്കലി ആ ഒരു മതിലിലേക്ക് എഴഞ്ഞു കയറിയപ്പോ സുനോ എന്ന് ആരോ ഉറക്കെ പറയാണ്. ചിപ്കലിനെ ചാരോ ഓർ, നാല് ഭാഗവും, നസർ ഗുമാക്കർ, കണ്ണോടിച്ചുകൊണ്ട് ശബ്ദം കേട്ടത് എവിടെ നിന്നാണെന്ന് നോക്കുകയാണ്. ആവാസ് കിധർ സെ ആയി. അരെ ഓർ ഊപ്പർ ഇധർ കോനേമേ, അരെ കുറച്ചുകൂടി മുകളിൽ, ദാ ഈ മൂലയിൽ. ചിപ്കലിനെ കോനേമേ ദേഖ്തേ ഹുയെ കഹ, ചിപ്കലി ഒരു കോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूँ, तुम कब पहुंची. ഞാൻ കരുതിയിരുന്നത് പുതിയ വീട്ടില് ഞാനാണ് ആദ്യം എത്തുക എന്നാണ്, നീ എപ്പോ എത്തി. മേനെ കൽ ഹി ഷിഫ്റ്റ് കിയാ ഹേ,
മക്കടിനെ കഹ. ആരാണ് ഈ പുതിയ ആള്? അയാള് മക്കടിയാണ് എന്ന് പറഞ്ഞാൽ സ്പൈഡർ, ചിലന്തി. ചിലന്തി പറയാ, മേനെ കൽ ഹി ഷിഫ്റ്റ് കിയാ ഹേ. ഇന്നലെ തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്തു ഇവിടേക്ക്. ഓർ കോൺ കോൺ ഹേ യഹാം? ചിപ്കലിനെ പൂച്ച. ഓക്കെ, അപ്പോ ആരൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പല്ലി ചിലന്തിയോട് ചോദിച്ചു. 10-15 മഖിയ ഓർ 100 കെ ആസ്പാസ് മച്ചർ. ഒരു 10-15 ഈച്ചകൾ, മഖി എന്ന് പറഞ്ഞ ഈച്ചകളാണ്. ഓർ 100 കെ ആസ്പാസ്, ഏകദേശം 100ന്റെ അടുത്ത് മച്ചർ, കൊതുകുകളും ഇവിടെ ഉണ്ട്. മക്കടീനെ ബതായ, ചിലന്തി പറഞ്ഞു. ഹായ്, ചിപ്കലീനെ മക്കി മച്ചറോം കി ഓർ ഹാത്ത് ഹിലാത്തെ ഹുവേ കഹാ. അവിടെ ദൂരെ ഈ പറഞ്ഞ ഈച്ചകളും കൊതുകുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ നോക്കിക്കൊണ്ട് ചിപ്കലി പറഞ്ഞു, ഹായ്. ഹാ ഹൂ ഹി ഹി. മക്കി മച്ചറോനെ കുച്ച് ഘബ്രായി സി ഹസി ഹസ്തെ ഹുയെ ജവാബ് ദിയ. അവിടെ ഉണ്ടായിരുന്ന ഈച്ചകളും കൊതുകുകളും, മക്കി മച്ചറോ ഘബ്രായി സി, ഒന്ന് പേടിച്ചുകൊണ്ട്, പേടിയോടെയുള്ള ഹസി ഹസ്തെ ഹുയെ, ചിരിച്ചുകൊണ്ട് ജവാബ് ദിയ. ഹാ ഹൂ ഹി. എന്തായിരിക്കും കാരണം? ഈ പല്ലി കഴിക്കാൻ പോകുന്നത് ഈ ഈച്ചകളെയും കൊതുകുകളെയും ഒക്കെ ആയിരിക്കും അല്ലെ. ഓർ വഹി മുഹാവര ദോഹരായ ജോ ഇൻസാനോ മേ ഖാസ പ്രചലിത് ഹേ. എന്നിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശസ്തമായ ഒരു മുഹാവര പറഞ്ഞു. എന്താണ് ആ മുഹാവര? ഹം ജഹാം ജാനാ ചാത്തെ ഹേ. നമ്മൾ എവിടെയാണോ പോവാൻ ആഗ്രഹിക്കുന്നത്, ഹമാരി ബദ് കിസ്മത്തി ഹംസെ പെഹലെ വഹാം പൗഞ്ച് ജാത്തി ഹേ. നമ്മുടെ നിർഭാഗ്യം, ബദ് കിസ്മത്തി എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം, ഹംസെ പെഹലെ നമ്മളെക്കാളും മുമ്പ്, വഹാം പൗഞ്ച് ജാത്തി ഹേ അവിടെ എത്തിച്ചേരുന്നതാണ്. ചിപ്കലീനെ ജാനെ കേസെ സുൻ ലിയ. ചിപ്കലി അതെങ്ങനെയോ കേട്ടു. മച്ചരോം കോ സുനാത്തെ ഹുയെ മക്കടി സെ കത്നെ ലഗി. അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലി മച്ചരോം കോ സുനാത്തെ ഹുയെ, കൊതുകുകളെ കേൾപ്പിച്ചുകൊണ്ട് മക്കടി സെ കഹനെ ലഗി, ചിലന്തിയോട് ഉറക്കെ പറയാണ്. कुछ लोग खुद तो लोगों का खून ही पिए और दूसरों से चाहे कि वे ശകാഹാരി രഹേ. പറയാ, കുറച്ച് ആളുകൾ ഇവിടെ മറ്റുള്ളവരുടെ ചോരയാണ് കുടിക്കുന്നത്. ഖൂൻ ഹി പിയെ, ഖൂൻ എന്ന് പറഞ്ഞാൽ ചോര. മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നതോ ശാകാഹാരി രഹേ, അവര് വെജിറ്റേറിയൻസ് ആവണം, ഒരു സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാവണം എന്ന് എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. വാരേ ജമാനെ, എന്തൊരു കാലം, സ്വയം മറ്റുള്ളവരുടെ രക്തം കുടിച്ചിട്ട് മറ്റുള്ളവരൊക്കെ വെജിറ്റേറിയൻസ് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. नए मकान की नए सफेद जग दीवार में पुताई की पपड़ी में से सिर निकालते हुए काली चींटी ने कहा, आप लोग इतनी तेज आवाज में बात कर रहे हो कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. नए मकान की नई सफेद जग दीवार എന്ന് പറഞ്ഞാൽ പുതിയ വീടിന്റെ നന്നായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച, വെള്ള പെയിന്റ് അടിച്ച നല്ല ചുവരില്, പുതായിക്ക് പപ്പടിയുമേ, പുതായി എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെറുതായിട്ട് ഇളകി വന്ന ചെറിയ പാളിയിൽ നിന്ന്, സിർ നികാൽത്തെ ഹുയെ, തല പുറത്തേക്ക് ഇട്ടുകൊണ്ട്, കാലി ചീണ്ടീനെ കഹ, കറുത്ത ഉറുമ്പ് പറഞ്ഞു. അടുത്ത ആള് എത്തിയിട്ടുണ്ട്. കാലി ചീണ്ടി, കറുത്ത ഉറുമ്പ്. ആപ് ലോഗ് ഇത്തിനി തേജ് ആവാസ് മേ ബാത് കർ രഹേ ഹോ. നിങ്ങൾ ഇത്ര ഉറക്കെയാണ് സംസാരിക്കുന്നത്, വളരെ ഉച്ചത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കി, അതുകൊണ്ട്, മേരെ ബച്ചേ, എന്റെ കുട്ടികൾ, സോനേക്ക് ബജായ്, ഉറങ്ങുന്നതിന് പകരം, കർവട്ട് ബദൽ രഹേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുണ്ട് അല്ലെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് കിടക്കുന്നത്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓ മാഫ് കർണ, ഓ സോറി, ക്ഷമിക്കണം. ചിപ്കലീനെ മക്കടി की तरफ സവാലിയ ആംഖോं से देखते हुए कहा. പല്ലി ചിലന്തിയുടെ നേരെ സവാലിയ ആംഖോं से ഒരു ചോദ്യ രൂപേണ നോക്കിക്കൊണ്ട്, ഇതാരാപ്പോ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം. പതാ നഹി കബ് സെ രഹ് രഹി ഹേ, മേ ബി പഹലി ബാർ ഹി ദേഖ് രഹി ഹൂ. അപ്പോ ചിലന്തി പറയാ, എനിക്കറിയില്ല ഇവര് എപ്പം മുതൽ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന്. കബ് സെ രഹ് രഹി ഹേ എന്ന് പറഞ്ഞാൽ എപ്പം മുതൽ താമസിക്കുന്നു എന്ന്. പതാ നഹി, എനിക്ക് അറിയില്ല. മേ ബി, ഞാനോ പെഹലി ബാറി ദേഖ് രഹി ഹൂ, അവരെ ഇപ്പൊ ഞാനും ആദ്യമായി തന്നെയാണ് കാണുന്നത്. ഇവരെപ്പോ വന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് പല്ലി ചിലന്തിയെ നോക്കിക്കൊണ്ട് അവരോടൊരു ക്ഷമാപണം നടത്തിയത്.
മക്കടി ने फुसफुसाते हुए कहा. ചിലന്തി പിറുവിറുത്തുകൊണ്ട് പറഞ്ഞു. चाय तैयार है और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ. തത്തയ്യ बोली. അപ്പോ വേറൊരു ശബ്ദം കേൾക്കുകയാണ്. ചായ് തയ്യാർ ഹേ, ചായ റെഡിയാണ്. ഓർ മേ പഡോസി ഹോനേക്ക് നാത്തെ, ഞാൻ അയൽക്കാരി ആയതുകൊണ്ട് പെഹലി മുലാഖാത്ത് കെ മോക്കെ പർ, നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലിന്റെ ഈ അവസരത്തിൽ ആപ് ദോനോങ്കോ, നിങ്ങൾ രണ്ടുപേരെയും ഏക് സാത്ത് ഒരുമിച്ച് ബുലാ രഹീഹും, ഒരുമിച്ച് വിളിക്കുകയാണ്. ആരാണ് പറഞ്ഞത്? തത്തയ്യ, കടന്നൽ. തത്തയ്യ ബോലി. അപ്പൊ ഇവരുടെ നൈബറായിട്ടുള്ള തത്തയ്യ രണ്ടുപേരെയും ചായ കുടിക്കാൻ ക്ഷണിക്കുകയാണ്. നൈബറായിട്ടുള്ള കടന്നല് ചായ കുടിക്കാൻ വിളിക്കുന്ന സമയത്ത് ചിലന്തിയും പല്ലിയും കൂടി ഇനി അങ്ങോട്ട് പോകുമായിരിക്കും. ഇനിയും അവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ വായിച്ച ഭാഗത്തിലെ എല്ലാ വാക്കുകളുടെ അർത്ഥവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.